പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നരേന്ദ്രമോദിജിയുടെ പ്രതിനിധി ശോഭാ സുരേന്ദ്രന് ആധിപത്യ വിശ്വാസികളോടും വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എന്നും അമ്മമാർക്കും സഹോദരന്മാർക്കൊപ്പമെന്ന് പ്രവർത്തനത്തിലൂടെ തെളിയിച്ച പെൺകുടി വിനയാന്വിതയായ വീട്ടമ്മ കടന്നുവരുന്നു. വിജയ പതാകയേന്തുവാൻ പാലക്കാടിന്റെ മണ്ണിൽ വെണ്ണിക്കൊടി പാറിക്കുവാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നുവരുന്നു. ഈ വാഹനത്തിന് പുറകെ ആശീർവദിക്കൂ. ഇവൾ അഴിമതിയുടെ കറപുരളാത്ത BJP എന്ന പാർട്ടിയുടെ ഭാവി താരം, കാര്യദർശിയായ നേതാവ്, നാളത്തെ കരുത്തുറ്റ ഭരണാധികാരി നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ പാലക്കാടിന്റെ നന്മയിത ഈ വാഹനത്തിന് പുറകെ കടന്നു വരുന്നു. നിങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനായി അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ, വോട്ടുകൾ നൽകി വിജയിപ്പിക്കണേ. ശോഭയാണ് ശോഭ. പാലക്കാടിന്റെ ശോഭ കെടുത്തിയവർക്കുള്ള മറുപടി. അമ്മ പുറത്തോ എല്ലാവരും കടന്നു വരും, ഇങ്ങോട്ട് കടന്നു വരും. അടുത്തോട്ട് അടുത്തോട്ട് വയ്ക്കും. എല്ലാരും കൂടി വാ, എല്ലാരും കൂടി വാ. വിഗ്രഹം കൊടുക്കും. ചേച്ചി ഒരു സമ്മാനം കൂടി ഉണ്ട്. ചേച്ചി ഹാപ്പി വിഷു, അഡ്വാൻസ് വിഷു പറയും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം നമ്മുടെ സ്വാമിജി സമ്മാനിക്കുന്നത് കണിക്കൊന്ന നമ്മുടെ കണിക്കൊന്ന സമർപ്പിക്കുന്നത് കൊടുത്തിട്ടേ. ഇനി അങ്ങോട്ട് നിൽക്കാം, അങ്ങോട്ട് ഒരു അമ്മ ഒരു ഷാൾ എടുക്കുക. ചമ്മനെ വിളിച്ച് ഷാൾ ഇതോടെ ഉണ്ട്. ഷാൾ സൈഡ് വണ്ടി സ്ഥാനാർത്ഥി നമ്മുടെ തായോമിന്റെ ആരാധന അർപ്പിക്കുകയാണ്. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഷോൾ അണിയിക്കുന്നതിലേക്ക് നമ്മുടെ ബാലാവിനെ ക്ഷണിച്ചു പോകുന്നു.
അടുത്തതായി സ്വതന്ത്ര ചേച്ചിയെ ക്ഷണിക്കുന്നു. അടുത്തതായി ബിന്ദു. ബിന്ദു മാറ്റിയാലും കുഴപ്പമില്ല. എല്ലാവരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എൻഡിഎയുടെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുന്നതിനേക്കാൾ മാത്തൂർ പഞ്ചായത്തിൽ ദീർഘമായ ഒരു പര്യടനം നടത്തി നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. നമ്മളെ സുഹൃത്തിച്ച് സംസാരിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ടോ ബിനോയ്ക്ക്? വിജീഷ് ബിനിൽ പോയോ? വേദിയിലുള്ള പാർട്ടിയുടെ നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ വിജീഷ്, പഞ്ചായത്ത് അധ്യക്ഷൻ മിസ്റ്റർ ബിനോജ്, പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ സുധീഷ്, മുൻ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ വിനോദ്, അതുപോലെ തന്നെ ശ്രീമതി പ്രിൻസി, വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും പറഞ്ഞു ഇവിടെ വന്ന് മിസ്റ്റർ സുധീഷ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. നമ്മുടെ യുവമോർച്ചയിൽ അനന്തു ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ നടത്തുന്നില്ല. കുറെ ആളുകൾ, കുറെ സഹോദരി സഹോദരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അമ്മമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. കുറെ നേരം കാത്തു നിന്നു എന്ന് ഞാൻ കരുതുന്നു. ഇതിന്റെ കാരണം ഭാരതീയ ജനതാ പാർട്ടിക്കാർ മാത്രമല്ല ഇത്തവണ വഴിയരികിൽ കാത്തു നിൽക്കുന്നത്. സഖാക്കളും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒക്കെ നമ്മളെ ഒന്ന് കാണാൻ, ഒന്ന് മിണ്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ വളരെ ഇന്ന് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇന്ന് കണ്ണാടി പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും 15 വർഷം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡറുമായിട്ടുള്ള കാർഷിക വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻജി കണ്ണാടിയിൽ വന്നിരുന്നു. ഇവിടുത്തെ കർഷകന്മാരെ കാണാൻ, ഇവിടുത്തെ കർഷകന്മാരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം പാലക്കാട് നിന്ന് കണ്ണാടി വരെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് നമ്മുടെ പാലക്കാടിലേക്ക് 3800 കോടി രൂപ നരേന്ദ്രമോദി കൊടുത്തതിന്റെ ഫ്ലക്സ് ബോർഡ് എവിടെയും കാണുന്നില്ലല്ലോ, കേരള മുഖ്യമന്ത്രിയുടെ ബോർഡ് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന്റെ പ്രതിപക്ഷവും ഭരണപക്ഷവും 3800 കോടി രൂപ ശ്രീമാൻ നരേന്ദ്രമോദി കൊടുത്തിട്ട് ഈ രാജ്യത്ത് കൊണ്ടുവന്ന 12 സ്മാർട്ട് സിറ്റികളിൽ ഒരു സ്മാർട്ട് സിറ്റി നമ്മുടെ നാട്ടിലേക്കാണ് കിട്ടിയത്, പാലക്കാടേക്കാണ് കിട്ടിയത് എന്നുള്ള യാഥാർത്ഥ്യം അവർ മറച്ചു വെക്കുകയായിരുന്നു. 1800 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. 1800 ഏക്കർ സ്ഥലവും 3800 കോടി രൂപയും കിട്ടിയിട്ട്
നന്ദിയില്ലെങ്കിലും നന്ദികേട് കാട്ടാൻ പാടുണ്ടോ ശ്രീമാൻ പിണറായി വിജയൻ എന്നുള്ള ചോദ്യമാണ് ഈ കേരളത്തിലെ ടെക്നോളജിസ്റ്റുകളും വിദ്യാർത്ഥികളും ധാരാളം വരുന്ന ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഗവൺമെന്റ്? കാരണം ഭാഗ്യവാനാണ് നമ്മുടെ മുഖ്യമന്ത്രി. കൊടുക്കാൻ ഒരാളുണ്ടല്ലോ. എങ്ങനെ ദൂർത്തടിച്ചാലും, എങ്ങനെ അഴിമതി നടത്തിയാലും, എന്ത് ചെയ്താലും രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ നായകൻ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ഈ രാജ്യം ഉണരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും മേക്കിന്റെയും മാതൃവന്ദനം പദ്ധതി അമ്മമാർക്ക്, ഇന്ദ്രധനുഷ് യോജന, നമ്മുടെ സ്ത്രീകൾക്ക് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, പെൺകുട്ടികൾക്ക് സുകന്യ സമൃദ്ധി പദ്ധതി, നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, അങ്ങനെ 300-ലധികം വരുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. പ്രസംഗത്തിലൂടെ ശിവരാജ് സിംഗ് ചൗഹാൻജി ചോദിച്ചു, റൂറൽ ഡെവലപ്മെന്റിന്റെ മിനിസ്റ്റർ കൂടിയാണ് ഞാൻ, അദ്ദേഹം പറയുകയാണ് ഗ്രാമീണ വികസനത്തിന്റെ മന്ത്രി കൂടിയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വീടില്ലാത്ത ഒരാൾ പോലും ഈ രാജ്യത്തുണ്ടാകരുത് എന്ന് പറഞ്ഞ മോദിജിയുടെ ആ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി എന്താണ് നിങ്ങൾ മിസ്റ്റർ പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കാത്തത് എന്ന് കേന്ദ്രമന്ത്രി ചോദിക്കുകയുണ്ടായി. ഭരണപക്ഷം അങ്ങനെയാണ്, ശരി. പക്ഷെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തുള്ള പ്രതിപക്ഷമോ, ആ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് റോൾ ഏറ്റെടുക്കാത്തത്? ആ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കോടി രൂപ ഈ കേരളത്തിലേക്ക് കിട്ടിയിട്ട് ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാത്തതിന്റെ കാരണം ചോദിക്കാൻ കേരളത്തിന്റെ നിയമസഭയിലും ആളില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരൊക്കെ ഉണ്ട്. പല അമ്മമാരുടെയും പരാതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീടില്ലാത്ത ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, നമുക്ക് ഈ മാത്തൂർ പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും പിരായിരിയിലും കർഷകന്മാരുടെ നെല്ല് കൊയ്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ചൗഹാൻജി ചോദിച്ചു, എന്താണ് ഈ കാണുന്നത്? അദ്ദേഹം പാടശേഖരങ്ങൾ കാണാൻ പോയി. എന്തുകൊണ്ടാണ് 3 ദിവസം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കുന്നുണ്ട്? 3 ദിവസം കൊണ്ട് നെല്ല് കൊയ്താൽ പണം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുമ്പോൾ എന്താണ് കേരളത്തിലെ പാലക്കാടിലെ കർഷകർക്ക് ഇവർ പൈസ കൊടുക്കാത്തത് എന്ന് കേന്ദ്രമന്ത്രി ചോദിക്കുമ്പോ അതിന്റെ ഉത്തരം പറയാൻ ഇവിടുത്തെ ഭരണകക്ഷിക്കും പ്രതിപക്ഷ കക്ഷിക്കും ബാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ട് പരിചയമുള്ള, അവരുടെ കമ്മിറ്റിയിൽ, അതായത് പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയിൽ ഇരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ 12 സ്ത്രീകളെ സെലക്ട് ചെയ്തപ്പോ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയും കഴിഞ്ഞ 6 മാസം മുമ്പ് ആ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ ഞാൻ പോയാ പോരെ നിയമസഭയിൽ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഇവിടുത്തെ വോട്ടർമാരുടെ മുന്നിൽ ചോദിക്കുന്നത്. 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താനല്ല നമ്മൾ പോകുന്നത്. 700 കോടിയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെ ഇന്ന് പറഞ്ഞില്ലേ, ഇന്ന് മന്ത്രി അവിടെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് ആടിനെ വളർത്താൻ, പശുവിനെ വളർത്താൻ, മത്സ്യകൃഷി ചെയ്യാൻ, ഇവിടുത്തെ നെൽകൃഷിക്ക് വേണ്ടി കോടാനുകോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ശോഭയെ വിജയിപ്പിക്കൂ, ശോഭയെ വിജയിപ്പിച്ച ഒരു അവസരം തരൂ എന്ന് ആ ക്യാബിനറ്റ് മിനിസ്റ്റർ സംസാരിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പോകാം. കേരളത്തിന്റെ നിയമസഭയിൽ നമുക്ക് കണക്കുകൾ ചോദിക്കാനുണ്ട്. ആ കണക്കുകൾ ചോദിച്ചു വാങ്ങിക്കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും വലിയ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കാൻ എല്ലാ ദിവസവും, ഇനി കുറഞ്ഞ ദിവസമേ ഉള്ളൂ, രാവിലെ എണീക്കുമ്പോ ഇങ്ങനെ പറയണം, എന്താണ്, മകൻ പരീക്ഷയ്ക്ക് പോകുമ്പോ പ്രാർത്ഥിക്കാറില്ലേ? ഭർത്താവ് അകലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ശോഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശോഭ ജയിക്കണേ, ശോഭ ജയിക്കണേ, ശോഭ ജയിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ പ്രവർത്തിക്കുക. ഓരോ ബൂത്തുകളിലെയും ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക. ഗോപി അവിടെ പിറകിൽ പോയി നിൽക്കുകയാണ്. ഗോപി എപ്പ പ്രസംഗിക്കുമ്പോഴും ഗോപിയെ കാണില്ല. ബിനോജ് പിറകിലായിരുന്നു. അതായത് ഓരോരുത്തരും എന്റെ അടുത്ത് വന്നാലല്ലേ എനിക്ക് പേര് വിളിച്ച് പറയാൻ പറ്റൂ. അപ്പൊ ഇവരെ ആരെയും കാണുന്നില്ല. പ്രസംഗം തുടങ്ങുമ്പോൾ കാണില്ല, പ്രസംഗം കഴിയാറാവുമ്പോഴാണ് ഓരോരുത്തരുടെയും മുഖം കാണുന്നത്. ഞാൻ ഈ നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷനോടും ഇവിടുത്തെ പഞ്ചായത്തിന്റെ സംയോജകനായിട്ടുള്ള ബിനോജിനോടും സംഘപരിവാറിന്റെ പ്രവർത്തകനായിട്ടുള്ള ബിനോജിനോടും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദിനോടും ഒക്കെ ഞാൻ പറയുന്ന, വൈസ് പ്രസിഡന്റാണ് മണ്ഡലം, അതിലും വലുതല്ലേ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറിയ പോസ്റ്റ് അല്ല. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് പഞ്ചായത്ത് അധ്യക്ഷൻ, നിയോജകമണ്ഡലം അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷൻ, അല്ലെ, സംസ്ഥാന നേതാവ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിയോജകമണ്ഡലത്തിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്നുള്ളത് ഞാൻ മറന്നുപോയി, ക്ഷമിക്കണം. അപ്പൊ അത് വലുത് തന്നെയാണ്, പഞ്ചായത്തിന്റെ മുകളിലാണ്. അപ്പൊ എന്തായാലും ശരി, ഏത് പൊസിഷൻ എന്നുള്ളതല്ല. മാത്തൂര് വന്നാൽ വിനോദിനെ ജനങ്ങൾ അറിയുമോ എന്നുള്ളതാണ് ചോദ്യം.
അതറിയുമോ? അറിയും അല്ലെ? അതുപോലെ ഈ നിയോജകമണ്ഡലത്തിൽ ആര് വന്ന് ബസ് ഇറങ്ങിയാലും പാർട്ടിയുടെ നിയോജകമണ്ഡലം അധ്യക്ഷൻ ശ്രീമാൻ വിജീഷിനെ കോൺഗ്രസിന്റെ മണ്ഡലം അധ്യക്ഷൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. കാരണം എന്റെ കൂടെ നിഴലായി പ്രവർത്തിക്കുന്നത്, എന്നേക്കാൾ കൂടുതൽ വെയിൽ കൊള്ളുന്നത്, എന്നേക്കാൾ കൂടുതൽ വീടുകളിൽ കയറുന്നത്, എന്നേക്കാൾ കൂടുതൽ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ സ്ഥലത്തും കഠിന പ്രയത്നം ചെയ്യുന്നത് എന്റെ സഹപ്രവർത്തകന്മാര് ആണ്. നിങ്ങളുടെ ഒന്നും അത്യധ്വാനം വെറുതെയാവില്ല. ഞാൻ തിരിച്ച് 700 കോടിയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതി പാലക്കാട്ടേക്ക് കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നത്. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണമെന്നും കുടിവെള്ളത്തിന് ജൽനൽ പദ്ധതി കൊണ്ടുവന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഒരൊറ്റ വീട്ടിൽ പോലും പൈപ്പും വെള്ളവും ഇല്ലാതിരിക്കരുത് എന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് 14 പഞ്ചായത്തുകളിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ പാലക്കാട് ജില്ലയിൽ ജൽനൽ പദ്ധതി കൊണ്ടുവന്നത്. എന്റെ ചങ്കായിട്ടുള്ള ചിറ്റൂർ രാജു ഇതിന്റെ എല്ലാം തന്നെ സംയോജകൻ മാത്തൂരിലെ പിറകിൽ നിൽക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ജൽനൽ പദ്ധതിയുടെ ആനുകൂല്യം ഇവിടേക്ക് കിട്ടാത്തതിനെ കുറിച്ച് പറയണം. ഇവിടെ മാത്തൂരിലെ തിരുവനന്തപുരത്ത് നിന്ന് 2 പേർ വന്നിട്ടുണ്ട്. ഒരാൾ ദീപ ജില്ലയുടെ ഉപാധ്യക്ഷയാണ്, തിരുവനന്തപുരത്ത് നിന്നാണ് വന്നത്. ഒരാൾ സാബു ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആണ്, തിരുവനന്തപുരത്ത് നിന്നാണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എല്ലാവരും ചേർന്ന് ജൽനൽ പദ്ധതി കൊണ്ടുവരാത്ത ഗവൺമെന്റിനെ കുറിച്ച് സംസാരിക്കണം. ഇവിടുത്തെ പഴയ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, പഴയ മാർക്സിസ്റ്റുകാരൊക്കെ രാത്രിയിൽ എനിക്ക് ചായ തന്നിട്ടുണ്ട്. ഞാൻ പറയാം, പല വീടുകളിലും ചെന്നപ്പോ പറഞ്ഞു, ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല, ഭാര്യമാരെ കണ്ടോളൂ. ശോഭ സുരേന്ദ്രനെ നേരിട്ട് കാണാനുള്ള സമയമായിട്ടില്ല. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് ശോഭ MLA ആയി കഴിഞ്ഞാൽ എല്ലാവരെയും നമ്മൾ ഷാളിട്ട് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം AK ഗോപാലിനെ സ്നേഹിക്കുന്ന, കൃഷ്ണപിള്ളയെ സ്നേഹിക്കുന്ന, ഗൗരി അമ്മയെ സ്നേഹിച്ച നല്ലവരായിട്ടുള്ള സഖാക്കന്മാരുടെ മുഴുവൻ വോട്ടുകളും ചോദിച്ചു വാങ്ങണം. എന്താ കാരണം എന്നറിയുമോ? LDFന്റെ സ്ഥാനാർത്ഥി പഴയ മുസ്ലിം ലീഗുകാരനാണ്. രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചപ്പോ, എന്റെ കയ്യിൽ പേപ്പറുണ്ട്, രാഹുൽ മാങ്കൂട്ടൻ ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ രാഹുലിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പണം കൊടുക്കുകയും ആ പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കുകയും ചെയ്ത, കൈയടിച്ച് സന്തോഷിക്കുന്ന ചിത്രം അത് നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. അപ്പൊ ഇത് ഒരു അദൃശ്യ ശക്തി ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ NSSന്റെ തിണ്ണ നിരങ്ങില്ലെന്ന് പറഞ്ഞ, SNDPയുടെ തിണ്ണ നിരങ്ങില്ലെന്ന് പറഞ്ഞ, KPM സമുദായത്തെ അവഹേളിച്ച, ഇവിടത്തെ ഏറ്റവും സാധാരണ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തി മുതൽ ചന്ദ്രനിൽ പൊട്ടുകുത്തുന്ന ശാസ്ത്രജ്ഞൻ വരെ ഉള്ളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കൈ നോക്കിയാൽ പോരെ. തമ്പിയെണ്ണം പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രനെ എല്ലാവരും ചേർന്ന് നിങ്ങളുടെ ശോഭയെ പറഞ്ഞയച്ചാൽ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് നമ്പർ 1 റാങ്ക് വാങ്ങുന്ന ഒരു MLA ആയിട്ട് ഞാൻ പ്രവർത്തിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നെ ഇവിടെ സ്വീകരിച്ചതിനും അമ്മമാരുടെ കാത്തുനിന്നതിനും എല്ലാം ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.